ഇപ്പോൾ സ്കൂളിലൊക്കെ മിഡ് ടൈം എക്സാം നടക്കുകയാണ്. അപ്പോൾ മിഡ് ടൈം എക്സാമിന് ഐഡൻറ്റിറ്റീസും മണി മാത്സുമാണ് സ്കൂളുകളിലൊക്കെ ഉള്ളത്. അപ്പോൾ ഈ 2 ചാപ്റ്റർ ഓവറോൾ ടീച്ചർ ഒരു ഒറ്റ വീഡിയോയിൽ ചെയ്തു തരാം. നിങ്ങൾ വൃത്തിയായിട്ട് എക്സാമിന് മുമ്പ് ഈ വീഡിയോ കണ്ടിട്ട് പോവുക. നിങ്ങൾക്ക് ഒട്ടും മാർക്ക് നഷ്ടപ്പെടത്തില്ല. നന്നായിട്ട് കണ്ടു മനസ്സിലാക്കിയതിന് ശേഷം ധാരാളം ക്വസ്റ്റ്യങ്ങൾ ചെയ്തിട്ടൂടെ പോയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. ഐഡൻറ്റിറ്റീസിനകത്ത് കുറേ ഇക്വേഷൻസാണ് നമുക്ക് ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നത്. എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി മെത്തേഡിലുള്ള ചോദ്യങ്ങൾ വന്നാൽ നമ്മൾ എക്സ് ഇൻറ്റു യുവും എക്സ് ഇൻറ്റു വിയും ചെയ്യുക. സോ എക്സ് യു പ്ലസ് എക്സ് വി പ്ലസ് അടുത്തത് വൈ യു പ്ലസ് വൈ വി, വൈ യു പ്ലസ് വൈ വി എന്നാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണമായിട്ടൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒരു 6 1/2 ഇൻറ്റു 8 1/3 നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ നമ്പറിനെ എങ്ങനെ ആക്കണം? ഇതുപോലെ ആക്കുക. അതായത് 6 പ്ലസ് 1/2 എന്നും 8 പ്ലസ് 1/3 എന്നും എഴുതുക. ഇനി എന്താ ചെയ്യേണ്ടത്? 6 ഇൻറ്റു 8 എക്സ് ഇൻറ്റു യു എന്നല്ലേ. അപ്പോൾ 6 ഇൻറ്റു 8 പ്ലസ് 6 ഇൻറ്റു 1/3 പ്ലസ് 8 ഇൻറ്റു 1/2 പ്ലസ് 1/2 ഇൻറ്റു 1/3. ഇത് തിരിഞ്ഞു പോയാൽ പ്രശ്നമൊന്നുമില്ല. 1/2 ഇൻറ്റു 8. ഇനി എന്ത് ചെയ്യുക? ഇതെല്ലാം കൂടി ആഡ് ചെയ്തെടുക്കുക. മുകളിലത്ത് മായ്ക്കാവേ. സോ 6 8 കൂടെ മാഞ്ഞു പോയോ? 6 ഇൻറ്റു 1/3. അപ്പോൾ 6 8 ആർ 48 പ്ലസ് 6 ഇൻറ്റു 1/3 എന്ന് വെച്ചാൽ 6/3. ഇത് 6 ഇൻറ്റു 1/3 എന്ന് വെച്ചാൽ 6/3. അപ്പോൾ അതെന്താവും? 2 എന്നാവുമല്ലോ. 2 പ്ലസ് അടുത്ത എന്താ? 8 ഇൻറ്റു 1/2 ദാറ്റ് മീൻസ് 8/2, അതായത് 4 എന്ന് വരും. ഇത് 1/1 ഇൻറ്റു 1 2 3 ആർ 6, അതായത് 1/6. ഇനി ബാക്കി ഇതെല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്ത് തരാം. 48 ഇൻറ്റു 54 54 1/6 എന്ന് എളുപ്പം എഴുതാം. ക്ലിയർ ആയോ? അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഇക്വേഷനാണ്. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. ഉദാഹരണമായിട്ട് ഒരു ചോദ്യം ഇവിടെ കൊടുത്തിരിക്കുന്നത് 103 ഹോൾ സ്ക്വയർ എന്ന്. അപ്പം നമ്മളിതിനെ ഇങ്ങനെ എഴുതണം? 100 പ്ലസ് 3 ഹോൾ സ്ക്വയർ എന്ന് എഴുതിയതിന് ശേഷം ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്യുക. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ ഈ എക്സിൻ്റെ സ്ക്വയർ ആദ്യം, ദാറ്റ് ഈസ് 100 സ്ക്വയർ പ്ലസ് വൈയുടെ സ്ക്വയർ അതായത് 3യുടെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് വൈ അതായത് 100 ഇൻറ്റു 3 100 ഇൻറ്റു 3. അപ്പോൾ ഇതെങ്ങനെ വരും? 100ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 10000, 4 0, 2 4, 3 6, അങ്ങനെ 0 ഡബിൾ ആക്കും കേട്ടോ. സ്ക്വയർ വരുമ്പോൾ 9ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 9. ദെൻ ഇവിടെ 3 2 ആർ 6 ഇൻറ്റു 100 600. ആഡ് ചെയ്യുമ്പം 10000 600 10600 9 10609 എന്ന് വരും ആൻസർ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വളരെ കോംപ്ലിക്കേറ്റ്, ചിലപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഒരു 107 ഗുണം 107. നിങ്ങൾക്ക് അടുത്തത് പണവിനിമയം എന്നൊരു പാഠമുണ്ട്. അവിടെയൊക്കെ വരുമ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരം ഇങ്ങനെയൊക്കെ ഗുണിക്കാൻ വരും. അപ്പോൾ നമ്മളിങ്ങനെ 107 ഇൻറ്റു 107 എന്നൊക്കെ ചെയ്ത് കുറേ ഇങ്ങനെ 3 സ്റ്റെപ്പ് എഴുതി ആഡ് ചെയ്യാൻ പോകുന്നതിനേക്കാളും വളരെ എളുപ്പമാണ്. 107ൻ്റെ സ്കോർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 107നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 100 പ്ലസ് 7 സ്ക്വയറിന് എഴുതുക. അപ്പോൾ 100ൻ്റെ സ്ക്വയർ പ്ലസ് 7ൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 100 ഇൻറ്റു 7 അതായത് 10000 പ്ലസ് 49 പ്ലസ് 7 2 14 എന്ന് എഴുതിയിട്ട് ഈ 2 0 ഇട്ട് കൊടുത്താൽ മതി. 10000ൻ്റെ കൂടെ 1400, അപ്പോൾ 11100 11400 കൂടെ 49 എടുക്കുമ്പോൾ 11449 എന്നൊരു ഉത്തരം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മനക്കണക്കായിട്ടാണെങ്കിലും ആ ഇക്വേഷൻ പഠിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അത് തന്നെ മൈനസ് ഉണ്ട് കേട്ടോ. അതായത് എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു അതേ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy എന്നുള്ള പഴയ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അതിനകത്ത് ആർക്ക് കൊടുക്കണം? മൈനസ് ഐ, പുള്ളിക്കാരന് മൈനസ് കൊടുക്കണം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2xy. നിങ്ങൾ ചിലപ്പോൾ സ്കൂളിലൊക്കെ ഇങ്ങനെയായിരിക്കും പഠിച്ചിരിക്കുന്നത്. എക്സ് സ്ക്വയർ മൈനസ്
2xy പ്ലസ് വൈ സ്ക്വയർ. ഇങ്ങനെ ഓർഡർ തെറ്റിയാലും കുഴപ്പമില്ല, മൈനസ് ആരുടെ മുമ്പിൽ വരണം, 2xyയുടെ പൊസിഷനിൽ മൈനസ് വരണം എന്നുള്ള ഓർത്തിരുന്നോളൂ. ഇതിൽ ഏത് ഇക്വേഷൻ നിങ്ങൾ ഫോളോ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒരു 85 സ്ക്വയർ നമുക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ 85ന് നമ്മൾ എന്ത് ചെയ്യണം, 100 മൈനസ് 15 ൻ്റെ സ്ക്വയർ എന്ന് എഴുതുക. അതായിരിക്കും നമുക്ക് എളുപ്പം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 100 സ്ക്വയർ മൈനസ് 2 × 100 × 15 പ്ലസ് 15 സ്ക്വയർ. സോ 10,000 15 × 2 30 വരും. പിന്നെ ഈ 2 സീറോയും കൂടെ പ്ലസ് 15ൻ്റെ സ്ക്വയർ 225 അല്ലേ. ദെൻ 10,000 മൈനസ് 3000. 10,000 നിന്ന് 3000 കൊടുത്താൽ 7,000 അല്ലേ. 7,000 225 7,225 വരും. ഓക്കെ, ഇതൊക്കെ നമുക്ക് മൈൻഡിൽ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ കുറേ പ്രാക്ടീസ് കൊണ്ട് അതൊക്കെ നമുക്ക് നേടാൻ പറ്റും. അതുകൊണ്ട് കുറേ ചോദ്യങ്ങൾ ചെയ്ത് നോക്കണം. അടുത്തൊരു ഇക്വേഷനാണ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ. ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. അത് അത്തരം ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത്, 203 × 302 എന്നൊരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുക. 203 അത് വേണ്ട, അത് 2 പ്ലസിൻ്റെ വരണം. അപ്പോൾ ഒരു എന്താ പറയുക, 201 × 199 എന്നൊരു ചോദ്യം. അപ്പോൾ 201നെ നമുക്ക് എങ്ങനെ എഴുതാം, 200 ഇവിടെ ഈ പ്ലസിൻ്റെ നേരെ എഴുതാവേ. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും. 200 പ്ലസ് 1 ഞാൻ 201നെ എഴുതി. 199നെ 200 മൈനസ് 1 എഴുതി. അപ്പോൾ എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ. അങ്ങനെ വന്നാൽ എന്ത് ചെയ്താൽ മതി, ആൻസർ ആദ്യത്തെ ആളിൻ്റെ സ്ക്വയർ അതായത് 200ൻ്റെ സ്ക്വയർ എഴുതുന്നു മൈനസ് രണ്ടാമത്തെ ആളിൻ്റെ സ്ക്വയർ എഴുതുന്നു. ദാറ്റ് ഈസ് 200ൻ്റെ സ്ക്വയർ എടുക്കാൻ 2ൻ്റെ സ്ക്വയർ എത്ര, 4. 2 സീറോയുടെ സ്ക്വയർ എഴുതുമ്പോൾ 4 സീറോ ഇടണം. മൈനസ് 1ൻ്റെ സ്ക്വയർ 1. 4000 നിന്നും 1 കുറച്ച് എത്ര, 40,000 1 കുറച്ചാൽ 39,999. ഓക്കെ, അയ്യോ കണ്ടില്ലേ നിങ്ങൾ, 39,999. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എക്സാമിന് ഇതുപോലെ ഏതെങ്കിലും ഒരു കലണ്ടർ കണക്ക് എന്തെങ്കിലും ഒന്ന് തരാൻ സാധ്യതയുണ്ട്. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. അത് ഏത് മോഡൽ വന്നാലും ഒരേ സെയിം വേ ആട്ടോ. അത് ഈ ഒറ്റ ക്വസ്റ്റ്യനിൽ നിങ്ങളത് എല്ലാം മനസ്സിലാക്കിക്കോണം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇങ്ങനെ ഏതെങ്കിലും കോർണറോ അല്ലെങ്കിൽ മിഡിലോ ഏതെങ്കിലും കോർണർ നമ്പേഴ്സ് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടുണ്ടാവും. കോർണർ നമ്പേഴ്സ് റൗണ്ട് ചെയ്തതിന് ശേഷം അവർ കണ്ടീഷൻ ആ ക്വസ്റ്റ്യൻ പറയണം. ഇപ്പോൾ ഈ ടീച്ചർ ഇപ്പോൾ പറയാൻ പോകുന്ന കണ്ടീഷൻ ഏതാണെന്ന് വെച്ചാൽ കോർണർ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഒരു എന്താണ് 9 × 3 ചെയ്തു. അതിനുശേഷം 17 × 5 19 × 3 ചെയ്യുമ്പോൾ നമുക്ക് 57 കിട്ടും. 17 × 5 ചെയ്യുമ്പോൾ 85. അപ്പോൾ ഇനി ഇവയുടെ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് 85 മൈനസ് 57 ദാറ്റ് ഈസ് ഈക്വൽ ടു 28 എന്ന് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് കലണ്ടറിൽ വേറെ ഏതെങ്കിലും 3 നമ്പേഴ്സ് എടുക്കുക. അപ്പോൾ കലണ്ടറിൽ തന്നെ വേറെ ഏതെങ്കിലും 3 നമ്പേഴ്സ് 1 2 3 എടുക്കാം. 1 2 3. അപ്പോൾ 1നേക്കാൾ 7 കൂടിയത് 8 9 10 വരും. 8നേക്കാളും 8 7 15 ആണല്ലോ. 15 16 17. ഇതാണ് അടുത്തൊരു 3 കോർണർ നമ്പേഴ്സ് നമ്മൾ എടുത്തത്. അവയുടെ കോർണർ നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അവയുടെ കോർണർ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 17 × 1 ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 17. 17 × 1 ഈക്വൽ ടു 17. അടുത്തത് 15 × 3 നമ്മൾ ചെയ്യുന്നു. 15 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 45. അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു. 45 മൈനസ് 17 ദാറ്റ് ഈസ് ഈക്വൽ 15 നിന്ന് 7 പോയാൽ 8 കിട്ടും. 3 നിന്ന് 1 പോയാൽ 2 കിട്ടും. എന്താ, ഏത് നമ്പറിൻ്റെ കേസിലും നമുക്ക് സെയിം ആയിട്ട് എന്ത് തന്നെ കിട്ടും, 28 തന്നെ കിട്ടും. ഇത് ആൾജിബ്രൈക്ക് ഫോമിൽ എഴുതാൻ ആവശ്യപ്പെട്ടാൽ എന്ത് ചെയ്യും, ഉടനെ നമ്മൾ എന്ത് ചെയ്യണം, ആൾജിബ്രൈക്ക് ഫോമിൽ എഴുതുമ്പോൾ കലണ്ടറിൻ്റെ മിഡിൽ നമ്പറിനെ നമ്മൾ എന്താക്കി എഴുതണം, കലണ്ടറിൻ്റെ മിഡിൽ നമ്പറിനെ നമ്മൾ എക്സ് ആക്കി എഴുതുക. അപ്പോൾ ഇത് എക്സിന് തൊട്ടടുത്ത ആളാരാ, എക്സ് പ്ലസ് 1. ഇത് തൊട്ട് പുറകിലുള്ളത് എക്സ് മൈനസ് 1. ഇത് എക്സിനേക്കാളും എത്ര കൂടുതലാണ്, 7 കൂടുതൽ. എക്സ് പ്ലസ് 7. ഇത് എക്സ് മൈനസ് 7. ഇതെങ്ങനെയായിരിക്കണം, ഇതിനേക്കാളും 7 കുറവ്. അതായത് എക്സ് മൈനസ് 6 എന്ന് വരണം. ഇത് എക്സ് മൈനസ് 8 എന്ന് വരണം.
ഇത് x+8, ഇത് x-7. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കോർണർ നമ്പേഴ്സ് വരുന്നത്. ഇനി നമ്മളിതിൻ്റെ എന്താ ചെയ്യും, കോർണർ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ x+8 ഇൻറ്റു x-8, x+8 ഇൻറ്റു x- ഇത് ഷുവറായിട്ട് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ a+b ഇൻറ്റു a-b എന്ത് വരും, a² - 64 b² ആ ഫോം. ഇതാണെങ്കിലോ സോറി, ഇത് x+r ആണ്, സോറി x+r ആട്ടോ, മാറിപ്പോയേ. ഇനി x+r ഇൻറ്റു x-r, x+6 ഇൻറ്റു x-6 എന്ത് വരും, ഇത് x² - 36. ഓക്കെ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ എടുക്കുന്നു. x² - 64 മൈനസ് x² - 36 എന്ത് വരും, x²ഉം x² കട്ടായിപ്പോൾ -64ഉം -36 എന്ത് വരും, ഇവിടെ നമുക്ക് തിരിഞ്ഞു പോയി, വലുതിൽ നിന്നാണല്ലോ ചെറുത് കുറയ്ക്കേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു x² - 36 മൈനസ് x² - 64. അപ്പോൾ എന്താവും, x² - 36 ബ്രാക്കറ്റ് പൊട്ടിച്ചു, മൈനസ് x² മൈനസ് ഇൻറ്റു മൈനസ് +64. അപ്പോൾ +x²ഉം -x² ക്യാൻസലാവും, -36 + 64. അപ്പോൾ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് വരുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം, ദാറ്റ് ഈസ് ഈക്വൽ ടു 28 തന്നെ വരും. അപ്പോൾ ഏത് കലണ്ടർ നമ്പറിലെ ഏത് 9 നമ്പേഴ്സ് എടുത്തിട്ട് കോർണർ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സബ്ട്രാക്ഷൻ നടത്തിയാലും അതിൻ്റെ എല്ലാ ആൻസർ എന്ത് തന്നെ കിട്ടും, 28 കിട്ടും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത് ഈ സെയിം അല്ല, ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്കുണ്ടാവും. നന്നായിട്ട് ചെയ്തു. ഏത് ക്വസ്റ്റ്യൻ എടുത്താലും മിഡിൽ നമ്പർ നിങ്ങൾ x എന്ന് എടുത്ത് ചെയ്തോണം കേട്ടോ. അടുത്ത ചാപ്റ്റർ നമുക്ക് മണി മാത്താണ്. അപ്പോൾ മണി മാത്തിലെ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ചെയ്യാം. മണി മാത്ത് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ പലിശയും പലിശ നിരക്കൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, അതാണ് ആ പാഠത്തിൽ പ്രധാനമായിട്ടും പറയുന്നത്. നമ്മൾ സാധാരണ പലിശ കണക്കാക്കുന്ന പലിശ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ I = P ഇൻറ്റു N ഇൻറ്റു P ഇൻറ്റു R ഇൻറ്റു T എന്നാണ്. അപ്പോൾ P എന്ന് പറയുന്നത് നമ്മൾ നിക്ഷേപിക്കുന്ന തുക അല്ലെങ്കിൽ നമ്മൾ ലോൺ എടുക്കുന്ന തുക, അതാണ് P. റേറ്റ് എന്ന് പറഞ്ഞാൽ പലിശ നിരക്ക് ഒരു ബാങ്ക് ആണെങ്കിൽ അല്ലെങ്കിൽ സംഘങ്ങളാണെങ്കിൽ അവർ ഒരു നിശ്ചിത പലിശ നിരക്ക് ഈടാക്കാറുണ്ട്, അതാണ് R. T എന്ന് വെച്ചാൽ ടൈമാണ് കേട്ടോ. അപ്പം P ഇൻറ്റു R ഇൻറ്റു T ആണ് യഥാർത്ഥത്തിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മളതിനെ പറയും, സാധാരണ പലിശ. പക്ഷെ നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മീൻസ് കൂട്ടുപലിശ എന്നർത്ഥം കേട്ടോ, കൂട്ടുപലിശ. അപ്പോൾ കൂട്ടുപലിശ കണക്കാക്കുന്നത് എങ്ങനെയെന്ന് വിശദമായിട്ട് പരിശോധിക്കാം. ഈ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള ഡിഫറൻസ് ടീച്ചർ ചെറിയ കഥയിൽ കൂടി പെട്ടെന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ രാമുവിൻ്റെ കൈവശം ഇത്തിരി പൈസയുണ്ട്. അപ്പോൾ ഈ രാജുവിന് സീതയ്ക്കും പൈസ ആവശ്യമുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ രാജു ഇന്നൊരു 100 രൂപ കടം വാങ്ങണം. 100 രൂപ എന്ത് ചെയ്തു, ആരോട് പോയി ചോദിച്ചു, രാമുവിനോട് ചോദിച്ചു. അപ്പോൾ രാമു 100 രൂപ കൊടുത്തു. സീതയ്ക്കും 100 രൂപ ആവശ്യമുണ്ട്. അപ്പോൾ സീതയ്ക്കും എന്ത് ചെയ്തു, ഈ രാമു 100 രൂപ കടം കൊടുത്തു. അപ്പോൾ കടം കൊടുത്തു കഴിഞ്ഞ് രാജു 1 വർഷം കഴിഞ്ഞ് മടക്കി തരാമെന്ന് പറഞ്ഞാണ് ഈ സീത പൈസ വാങ്ങുന്നത്. അപ്പോൾ രാമു പറഞ്ഞു, ഓക്കെ, ഒരു കുഴപ്പമില്ല, നിങ്ങൾ 10% പലിശ എനിക്ക് തന്നാൽ മതി എന്ന് സീതയോട് പറയുന്നു. അപ്പോൾ സീത 1 വർഷം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് സീത പറഞ്ഞു, അയ്യോ എൻ്റെ കയ്യിൽ രൂപ ഉണ്ടായില്ല. അപ്പം രാമു പറഞ്ഞു, കുഴപ്പമില്ല, എനിക്ക് ആ 10% പലിശ, 100ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 10 രൂപയാണ്, 10 രൂപ രാമുവിന് കൊടുത്താൽ മതി എന്ന് പറയുന്നു. അതിനുശേഷം വീണ്ടും 2ാം വർഷം എന്ത് ചെയ്തു, ആ 100 രൂപ 2ാം വർഷം എന്തായാലും കടം വീട്ടി ആ 100ൻ്റെ 10%-മായ 10 രൂപ കൊണ്ടുവന്ന് ആരുടെയൊക്കെ അങ്ങനെ 10ഉം 10ഉം 20 രൂപ ഈ 100 രൂപ മുതലും ഈ 10 രൂപ പലിശ ചേർത്ത് 120 രൂപ എന്ത് ചെയ്തു, സീത രാമുവിന് തിരികെ കൊടുത്തു 2 വർഷം കഴിയുമ്പോൾ. അതേസമയം രാജു 100 രൂപ വാങ്ങി 1 വർഷം കഴിഞ്ഞു, 1 ഇയർ പിന്നിട്ട് കഴിഞ്ഞ് എന്ത് ചെയ്തു, രാമുവിൻ്റെ കയ്യിൽ ആ 100 രൂപ ഉണ്ടായില്ല. അപ്പോഴത്തേക്ക് രാജുവിൻ്റെ കയ്യിൽ രൂപ ഉണ്ടായില്ല. അപ്പോൾ രാമു പറഞ്ഞു, കുഴപ്പമില്ല. അപ്പോൾ എന്ത് ചെയ്തു, 100ൻ്റെ 10%, 100ൻ്റെ 10% എത്രയാണ്, 10 രൂപയാണല്ലോ, 100ൻ്റെ 10% 10 രൂപയാണ്. അപ്പോൾ ഈ രാമു എന്ത് ചെയ്തു, ആ 10 രൂപ കയ്യിലേക്ക് തിരികെ വാങ്ങിയില്ല. അതിന് പകരം ഈ 10 രൂപ 100ൻ്റെ കൂടെ ചേർത്ത്
ഇപ്പോൾ രാമുവിൻ്റെ മുതലെന്ന് പറയുന്നത് എത്രയാണ്? 110 രൂപയാണ്. രാമു കൊടുത്തതായിട്ട് ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്ന ആ 10 രൂപ കയ്യിലേക്ക് വാങ്ങാതെ ആ 10 രൂപ എവിടെ തന്നെ വെച്ചു? 100ൻ്റെ കൂടെ ചേർത്ത് 110 രൂപയെ. അപ്പോൾ ഇനി അടുത്തൊരു വർഷം സെക്കൻഡ് ഇയർ എത്തുമ്പോഴത്തേക്ക് 110ൻ്റെ 10%. 110ൻ്റെ 10% എത്രയാണെന്നറിയോ? 11 രൂപയാണ്. അപ്പോൾ എത്രയായി? 11ഉം 10ഉം എത്ര രൂപയായി? 21 രൂപയായി. അപ്പോൾ ആകെ അവൻ വാങ്ങിയ എമൗണ്ട് 100 രൂപയുടെ കൂടെ ഏതും കൂടെ ചേർക്കേണ്ടി വന്നു? 11 ചേർത്ത് 121 രൂപ അവന് തിരിപ്പോൾ ഇവിടെ എന്തായി? കൂട്ടി അല്ലേ? പലിശ ഏതിൻ്റെ കൂടെ കൂട്ടി? ഈ പലിശ ഇവിടെ കൂട്ടി അല്ലേ? അതാണ് കൂട്ടുപലിശ എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പം ഇത് സാധാരണ പലിശയിലാണെങ്കിൽ പലിശ വർഷാവർഷം നമ്മൾ അപ്പോഴേ കൊടുത്തുകൊണ്ടിരിക്കുക, അത് ഇവിടെ ആഡ് ചെയ്യപ്പെടുന്നില്ല. ഇവിടെയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം. സാധാരണ പലിശയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഇവിടെ സാധാരണ കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ഇൻട്രസ്റ്റിനൊന്നൊരു ഇക്വേഷൻ ഇല്ല കേട്ടോ. ഇൻട്രസ്റ്റിനൊന്നൊരു ഇക്വേഷൻ ഇല്ല. എന്താണ്? എമൗണ്ട് നമ്മൾ ലാസ്റ്റ് പലിശയും കൂടെ കൂട്ടിച്ചേർത്ത് പ്രിൻസിപ്പളിൻ്റെ കൂടെ ഇൻട്രസ്റ്റിനെ നമ്മൾ ഐ എന്നാണ് വിളിക്കാറ്. പ്രിൻസിപ്പളിൻ്റെ കൂടെ പലിശയും കൂടെ ചേർത്ത് വാങ്ങുന്ന രൂപയുണ്ട്. അതായത് നമ്മൾ കൊടുത്ത 110 രൂപ, സീതയുടെ കേസിലാണെങ്കിൽ 110, നമ്മുടെ രാജുവിൻ്റെ കേസിലാണ് 111 എന്ന് പറഞ്ഞല്ലോ, അല്ല 121 എന്ന് പറഞ്ഞല്ലോ, 120ഉം 121. അപ്പോൾ ഈ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇവിടെ ഉള്ളത്. നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ എമൗണ്ട് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ശ്രദ്ധിച്ച് പഠിച്ചോണം. P × 1 + R/100 all raised to n. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്. നമ്മുടെ ഡെപ്പോസിറ്റഡ് 25,000 rupees in a bank which pays 8% interest compounded annually. How much would he get back after 2 years? സന്ദീപ് 25,000 രൂപ ബാങ്കിൽ നിക്ഷേപിച്ചു. എത്ര പലിശ നിരക്കിലാണ്? 8% പലിശ നിരക്കിൽ. എങ്ങനെയാണ്? സാധാരണ പലിശയായിട്ടില്ല, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ടാണ് കൂട്ടുപലിശ കണക്കാക്കിയാണ് ഇട്ടത്. ഹൗ മച്ച് വുഡ് ഹി ഗെറ്റ് ബാക്ക് ആഫ്റ്റർ 2 years? 2 വർഷം കഴിയുമ്പോൾ അവന് എത്ര രൂപ തിരികെ കിട്ടും? ചെയ്ത് നോക്കാം. അപ്പം സന്ദീപ് നിക്ഷേപിച്ച തുക 25,000 ആണ്. പലിശ നിരക്ക് എത്രയാണ്? പലിശ നിരക്ക് 8%. എത്ര വർഷം കഴിഞ്ഞിട്ടാണ് അവൻ ആ രൂപ തിരിച്ചെടുക്കുന്നത്? 2 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം ഓരോ വർഷത്തെ ആയിട്ട് കണക്കാക്കണം. അപ്പോൾ ഓരോ വർഷത്തെ പലിശ നിരക്ക് കണക്കാക്കുന്നതിന് പലിശ നിരക്ക് നമ്മൾ നേരത്തെ പലിശ നിരക്കിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോം നമുക്കറിയാം. സിമ്പിൾ ഇൻട്രസ്റ്റിൽ കണ്ടുപിടിക്കുന്നത് P × R × T/100. അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ പലിശ കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ നിക്ഷേപിച്ച തുകയാണ് പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് 25,000. 25,000 രൂപ പലിശ നിരക്ക് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 8%. എത്ര നാളത്തേക്കാണ് നമ്മൾ കൊടുക്കുന്നത്? 2 വർഷത്തേക്ക്. അപ്പോൾ ആദ്യം നമ്മൾ 1 വർഷത്തെ വെച്ച് കണക്കാക്കാം. ഭാഗം 100. അപ്പോൾ എന്ത് വരും? സീറോസ് കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഈ സീറോയും കൂടെ കട്ട് ചെയ്യുക. ബാക്കി 250 × 8. 250 × 8. 25 8 എത്ര? 25 × 8 4. 25 4 100 സോ 200 വരുവേ. 200 ദെൻ ഈ ഒരു സീറോ കൊണ്ട് 2000 വരും. അപ്പോൾ ആദ്യത്തെ 1 വർഷത്തെ പലിശ എന്ന് പറയുന്നത് 2000 രൂപയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി കൂട്ടുപലിശ നിരക്കാവുമ്പോൾ ഈ 2000 രൂപ എന്തിൻ്റെ കൂടെ ആഡ് ചെയ്യണം? നമ്മൾ ഈ 25,000ൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 2ാം വർഷം നമ്മൾ പലിശ കണക്കാക്കുമ്പോൾ എന്തും കൂടെ കൂട്ടണം? 25ൻ്റെ കൂടെ 2000, 25,000 2000 കൂടെ കൂട്ടുമ്പോൾ 27,000ത്തിൻ്റെ 8% കണ്ടുപിടിക്കണം. 8/100 × 1 എത്ര വരും? ഇത് രണ്ടും സീറോ കട്ട് ചെയ്ത് വരുമ്പോൾ ബാക്കി 270 × 8 വരും. സോ 27 × 8 എത്രയാണെന്ന് നോക്കാം. 8 7 56, റിമൈൻഡർ 1, 8 2 16 5 21, 2160. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ എത്ര വന്നു? 2160 രൂപ. അപ്പോൾ ആകെ ഇപ്പം പ്രിൻസിപ്പൽ എമൗണ്ട് നിൽക്കുന്ന 27,000 അല്ലേ? 27,000ത്തിൻ്റെ കൂടെ ഈ 2160 കൂടെ കൂട്ടണം. അപ്പോൾ എത്രയായി? 0 6 1 7 2 9 29,160 രൂപ. 29,160. ഇത്ര എമൗണ്ട് അയാൾക്ക് എന്ത് ചെയ്യും? ലാസ്റ്റ് മന്തിൽ തിരിച്ചു കിട്ടും. ക്ലിയർ ആയോ? ഇനി ഇത് തന്നെ അടുത്ത മെത്തേഡിൽ ടീച്ചർ ഈസി ആയിട്ട് പറഞ്ഞേക്കാം. നിങ്ങൾക്ക് അതാണ് ശരിക്കും ഫോളോ ചെയ്യേണ്ടത്. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എമൗണ്ട് ഈസ് ഈക്വൽ ടു P × 1 + R/100
ഓൾ റേസ് ടു n എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ നിക്ഷേപിച്ച തുക പി എന്ന് പറയുന്നത് 25,000. എപ്പോഴും പി നമ്മൾ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടാണ് പി എ. ദെൻ 1 + r എന്ന് പറയുന്നത് എത്രയാണ്? 8/100 ഓൾ റേസ് ടു n എന്ന് പറയുന്നത് എത്ര വർഷത്തേക്കാണ് നമ്മൾ നിക്ഷേപിച്ചത്? 2 വർഷത്തേക്കാണ്. അപ്പം ഇനി ഇത് നമ്മൾ ചെയ്യുമ്പോൾ നോക്കണം, ഒന്ന് വായിച്ചേക്കാവേ. ഇനി എന്താ വേണ്ടത്? 25,000 ഇൻറ്റു ഇതെങ്ങനെയാണ് പിള്ളേരെ സോൾവ് ചെയ്യുന്നതെന്നറിയോ? ഇപ്പോൾ ഈ ചോദ്യം ഇഷ്ടംപോലെ നിങ്ങൾ ചെയ്തു വരുമ്പോൾ ഈസി ആയിക്കോളും. ഈ 100നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ 100 × 1 + 8 108 / 100 ഓൾ റേസ് ടു 2 എന്നാവും. ഈ 2 ഇടാൻ മറക്കരുത് കേട്ടോ. ഇനി ഇതിൻ്റെ ബാക്കി ഇങ്ങനെ ചെയ്യും. 108/100 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന് 2 തവണ മൾട്ടിപ്ലൈ ചെയ്യാന്നല്ലേ? 25,000 ഇൻറ്റു 108/100 ഇൻറ്റു 108/100 എന്ന് വരും. ഇവിടെ ഈ 2 പൂജ്യത്തിന് ഈ 2 പൂജ്യം കട്ടായിപ്പോവും. ഈ 1 പൂജ്യത്തിന് ഈ 1 പൂജ്യം കട്ടാവും. ബാക്കി 25 ഇൻറ്റു 108 ഇൻറ്റു 108. ഇവിടെ ആദ്യം ഈ 108 ഇൻറ്റു 108 ടീച്ചർ ഗുണിച്ചെടുത്തിട്ടുണ്ട്. എത്ര കിട്ടി? 11664. 25 ഇൻറ്റു 11664 ഡിവൈഡഡ് ബൈ 10. ഓക്കെ. ഇനി ഈ 25 1164നെ കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേക്കാം. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തേക്കാം. 4 5 20, റിമൈൻഡർ 2, 6 5s are 30 + 2 32, 6 5s are 30 + 3 33, 1 5s are 5 + 3 8, 1 5s are 5. Then 4 2s are 8, 6 2s are 12, remainder 1, 6 2s are 12 + 1 3, 2 1s are 2 + 1 3, 1 2s are 2. ആഡ് ചെയ്തു. 0 8 2 10 ശിഷ്ടം 1, 3 2 5 1 6, 8 3 11 ശിഷ്ടം 1, 5 3 8 1 9. ഇനി ഡിവൈഡഡ് ബൈ 10 എന്നും കൂടി ഇല്ലായിരുന്നു. ഡിവൈഡഡ് ബൈ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഒരു 0 ഈ 0യും കട്ടാകും. ബാക്കി ഫൈനൽ ആൻസർ 29160. ഈ നമ്പർ അല്ലായിരുന്നു നമ്മുടെ മുമ്പത്തെ രീതിയിൽ ചെയ്തപ്പോഴും കിട്ടിയത്. അപ്പം ആ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിച്ചാലും മതിയാവും കേട്ടോ. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. തോമസ് took out a loan of 15,000 rupees from a bank which charges 12% interest compounded annually. After 2 years, he paid back 10,000 rupees to settle the loan. How much should he pay at the end of 3 years? തോമസ് ഒരു ബാങ്കിൽ നിന്നും 15,000 രൂപ ലോൺ എടുത്തു. ദെൻ അതിന് 12% പലിശയാണ് ബാങ്ക് ഈടാക്കുന്നത്. എങ്ങനെ? കോമ്പൗണ്ടഡ് ആനുവലി, അതായത് കൂട്ടുപലിശയായിട്ട് 12% രൂപ നമ്മൾ തിരിച്ചടയ്ക്കണം. ആഫ്റ്റർ 2 years ഹി പെയ്ഡ് ബാക്ക് 10,000 rupees. 2 വർഷം കഴിഞ്ഞപ്പോൾ ഇയാൾ ഈ 15,000 രൂപയുടെ പലിശയൊക്കെ 2 വർഷം കൊണ്ട് കുറേ കൂടി. എങ്കിലും അയാൾ എന്ത് ചെയ്തു? ഒരു 15,000 രൂപ കൊണ്ട് തിരികെ അടച്ചു. അപ്പോൾ ബാക്കി ഉണ്ടല്ലോ, ബാക്കി എമൗണ്ടിന് വീണ്ടും അയാൾ എന്ത് ചെയ്തു? ബാക്കി എമൗണ്ട് അയാൾ 3-ാമത്തെ വർഷമാണ് അയാൾ തിരികെ അടയ്ക്കാൻ പറ്റുന്നതെങ്കിൽ എത്ര അയാൾ അടച്ചിട്ടുണ്ടാവും? ഓക്കെ. എടുത്ത ലോൺ എമൗണ്ടിനെ നമ്മൾ പി എന്ന് കണക്കാക്കിയാൽ P = 15,000. അയാൾ 12 റേറ്റ് എന്ന് പറയുന്നത് 12% ആണ്. എത്ര വർഷത്തേക്ക് എടുത്ത ടൈം എന്ന് പറയുന്നത് 2 വർഷത്തേക്കാണ്. അപ്പം നമുക്ക് ഓരോരോ പ്രാവശ്യം ചെയ്യുന്നതിനേക്കാളും നല്ലത് എന്ത് ചെയ്യാം? നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. P × എമൗണ്ട് = P × 1 + R/100 ഓൾ റേസ് ടു 2 എന്ന് എഴുതാം. ദെൻ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 15,000 ആണ്. ഇൻറ്റു 1 + 12/100 ഓൾ റേസ് ടു 2. ഇത് ടീച്ചർ പറഞ്ഞത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അതേ +12 എന്ന് എഴുതുക. 15,000 ഇൻറ്റു 112/100 ഓൾ റേസ് ടു 2. അപ്പം 15,000 ഇൻറ്റു 112/100 ഇൻറ്റു 112/100. ഈ 2 സീറോസ് കട്ട് ചെയ്തു, ഈ ഒരു സീറോയും കട്ട് ചെയ്തു. ബാക്കിയുള്ളത് 15 ഇൻറ്റു 112 ഇൻറ്റു 112 ഡിവൈഡഡ് ബൈ 10.
ഈ 112 × 112 നമുക്ക് 100 + 12 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. കഴിഞ്ഞ ഐഡൻറ്റിറ്റീസ് എന്നുള്ള പാഠത്തിലെ പോലെ നമുക്ക് ചെയ്യാൻ കേട്ടോ. അത് നിങ്ങൾക്കറിയാമല്ലോ. അതായത് 100ൻ്റെ സ്ക്വയർ 10,000. അടുത്തത് 2 × 12 × 100. അപ്പോൾ എന്ത് വരും? 12 × 2 24, 2 0. ദെൻ 12ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 144. ഇങ്ങനെ ചെയ്യാൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഐഡൻറ്റിറ്റീസ് ഓർമ്മ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. 5 2 1 എത്ര വരും? 15 × 12544 എന്ന് വരും. ഡിവൈഡഡ് ബൈ 10. ഇനി 15 × 12,544 ഗുണിക്കുമ്പോൾ നമുക്ക് 188160 എന്ന് കിട്ടും. 188160 ബൈ 10 എന്ന് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ 0 കട്ടായിപ്പോൾ ബാലൻസ് 18,816 രൂപ എന്തായി? 2 വർഷങ്ങൾ കൊണ്ട് അയാൾക്ക് പലിശയും മുതലും എല്ലാം ചേർത്ത് അത്രയും രൂപയായി. അപ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അയാൾ 10,000 കൊണ്ട് തിരിച്ചടച്ചു എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അയാൾ കൊണ്ട് 10,000 രൂപ തിരിച്ചടച്ചു. 10,000 തിരിച്ചടയ്ക്കുമ്പോൾ ബാക്കി എത്ര ഉണ്ട്? 6 1 8 8 8,816 രൂപ ഇനി അയാൾക്ക് അടയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു വർഷത്തെ പലിശയും കൂടെ ബാങ്ക് എന്ത് ചെയ്തു? എത്ര ശതമാനം പലിശ നിരക്കിലെടുക്കുന്നേ? 12% പലിശ നിരക്കിലെടുക്കുന്നു ഒരു വർഷത്തേക്ക്. അപ്പോൾ ഒരു വർഷത്തെ നമ്മൾ ജസ്റ്റ് × 1/100 എന്ന് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ 8,816 × 12 ചെയ്യുമ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ എടുക്കാവേ. നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് എമൗണ്ട് = P × 1 + R/100 (n) എന്നാണ് ഇക്വേഷൻ എന്ന് പറഞ്ഞല്ലോ. ഇത് ആനുവലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ്. എന്താണ് ആനുവലി? ഒരു വർഷം റേറ്റ് കണക്കാക്കുന്ന സിറ്റുവേഷനിലാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് ഹാഫ് ഇയർലി എന്നൊരു അതായത് 6 മാസം അല്ലെങ്കിൽ 1.5 വർഷം 2.5 വർഷം അങ്ങനെ 6 മാസം കണക്കാക്കി നമ്മൾ കൊടുക്കുമ്പോൾ ഇക്വേഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാണാതെ പഠിച്ചോണേ. P × 1 + R/, ഒരു വർഷം എത്ര ഹാഫ് ഇയർ ഉണ്ട്? 2 എണ്ണം അല്ലേ? ആ 2 എന്നുള്ള കോൺസെപ്റ്റ് ഓർത്തുകൊണ്ട് ഈ 100ൻ്റെ മുമ്പിൽ ഒരു 2 കൊടുക്കുക. ഈ എന്നിൻ്റെ അവിടെ ഒരു 2n എന്ന് കൊടുക്കുക കേട്ടോ. ചിലപ്പോൾ 3 ക്വാർട്ടർലി കണക്കാക്കാറുണ്ട്. 12ൻ്റെ ക്വാർട്ടർലി എന്ന് വെച്ചാൽ 6 മാസത്തിൻ്റെയും പകുതി, അതായത് ക്വാർട്ടർലി എന്ന് 1/4 ഇയർ, കാൽ വർഷം എന്ന് വെച്ചാൽ 12ൻ്റെ 4-1 ഭാഗം എന്ന് വെച്ചാൽ 3 മാസമല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ 3 മാസം വെച്ച് കണക്കാക്കുക എന്ന് വെച്ചാൽ 1/4. അപ്പോൾ 6ന് ഇവിടെ എന്ത് കൊടുത്താൽ മതി? ഹാഫ് ഇയർലിക്ക് 2 ആണെങ്കിൽ ക്വാർട്ടർലിക്ക് നമ്മളിവിടെ എന്ത് കൊടുക്കണം? 4 കൊടുക്കണം. എമൗണ്ട് = P × 1 + R/4 × 100 (all = 4n). ഈ ഇക്വേഷൻ 3 ബൈഹാർട്ട് ചെയ്താൽ ഈ പാഠം ഒരു പാടും ഇല്ല കേട്ടോ. ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം, ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. പേജ് നമ്പർ ഒന്നും പറയുന്നില്ല.
അമ്പിളി ഒരു 12,000 രൂപ നിക്ഷേപിച്ചു. 12,000 രൂപ പ്രിൻസിപ്പൽ എമൗണ്ട് അനുസരിച്ച് ബാങ്കിൽ നിക്ഷേപിക്കുകയാണ്. അവന് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആയിട്ടാണ് അവൾ ബാങ്കിൽ നിക്ഷേപിച്ചത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 8%. അങ്ങനെയാണെങ്കിൽ ഹാഫ് ഇയർലി കണക്കാക്കിയാണ് അവൾ പലിശ നിരക്ക് ഈടാക്കുന്നത് എങ്കിൽ 1 വർഷം കഴിയുമ്പോൾ എത്രയാവുന്നതാണ് ചോദ്യം. അപ്പം നമ്മൾ എമൗണ്ട് ഇസ് ഈക്വൽ ടു P × 1 + R/100 ഓൾ റേസ് ടു N. അപ്പോൾ ഈ ഹാഫ് ഇയർലി വരുമ്പോൾ ഇവിടെ ഒരു 2 കൊടുക്കണം, ഇവിടെ 2N എന്ന് കൊടുക്കണം. അപ്പം ഇവിടെ N എന്ന് ഉദ്ദേശിക്കുന്നത് 1 വർഷം കഴിഞ്ഞ് എത്ര ആവുമെന്ന് ചോദിച്ചിട്ടുണ്ടേ. അപ്പം നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ അവിടെ 12,000 × 1 + R എന്ന് പറയുന്നത് എത്രയായിരുന്നു നമ്മുടേത്? 8/2 × 100 ഓൾ റേസ് ടു 2N. അതായത് 2 × N എത്ര? 1 അല്ലേ, 1 വർഷം. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ദാറ്റ് ഈസ് ഈക്വൽ ടു 12,000 ഇൻറ്റു ഇത് 200 ആയി അല്ലേ. അല്ലെങ്കിൽ വേണമെങ്കിൽ ഇത് രണ്ടും കൂടെ വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഇത് രണ്ടും കൂടെ കട്ട് ചെയ്താൽ നമുക്ക് 4 എന്ന് എഴുതാമല്ലോ. അപ്പോൾ 100 × 1 100 + 4 100 + 4/100 ഓൾ റേസ് ടു 2. അതായത് 12,000 ഇൻറ്റു 104/100 ഓൾ റേസ് ടു 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 12,000 ഇൻറ്റു 104/100 ഇൻറ്റു 104/100. 104 എങ്ങനെ ചെയ്യുന്നത്? 100 + 4 ഹോൾ സ്ക്വയർ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് A². അതായത് 10,000 2AB 2 × A × B. അതായത് 4 2 8 800. 4² എന്ന് വെച്ചാൽ 16. കൂട്ടുമ്പോൾ 6 1 8 0 1. അതായത് 12,000 ഇൻറ്റു 10816 ഡിവൈഡഡ് ബൈ അതിന് മുന്നേ ഇത് രണ്ടും കൂടെയാണ് കട്ട് ചെയ്യാമല്ലോ. ഈ 2 0യ്ക്ക് 2 0 ഇല്ല, 1 0യ്ക്ക് 1 0. അപ്പോൾ എത്രയും 120 എന്ന് വരും അല്ല 12 എന്ന് വരും. 12 മൊത്തം വയ്ക്കാവേ. 12 ഇൻറ്റു 10816 ഡിവൈഡഡ് ബൈ ഈ രണ്ടെണ്ണേ ഒരെണ്ണേ പോയുള്ളൂ, ബാക്കി ഒരു 0 അവിടെ കിടപ്പുണ്ട്. അപ്പം അതിനെ ഇനിയും 12 കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യാം. 129,792 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുമ്പോൾ ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതിയാവും. ഓക്കെ, ഇത്ര എമൗണ്ടാണ് അവൾക്ക് തിരിച്ചടയ്ക്കേണ്ടി വരുന്നത്. ഓക്കെ, ഇവിടെ 5ാമത്തെ ഒരു ചോദ്യം. രാംലെറ്റ് deposit 30,000 rupees in a financial establishment which pay interest 9% annual rate compounded every 4 months. How much would she get back after 1 year? അവൾ 30,000 രൂപ ഒരു ഫിനാൻഷ്യൽ കമ്പനിയിൽ ഡെപ്പോസിറ്റ് ചെയ്തു. എത്ര ശതമാനം പലിശ നിരക്കില്ല? 9% പലിശ നിരക്കില്ല. ദെൻ ഓരോ 4 മാസം കൂടുമ്പോഴും അവൾക്ക് പലിശ നിരക്ക് കോമ്പൗണ്ടഡ് ആയിട്ട് പലിശ നിരക്ക് ഈടാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് വുഡ് ഷീ ഗെറ്റ് ബാക്ക് ആഫ്റ്റർ 1 year? ഒരു വർഷം കഴിയുമ്പോൾ അവൾക്ക് എത്ര രൂപ തിരികെ കിട്ടും? അപ്പോൾ ക്വാർട്ടർലിയുടെ ഇക്വേഷൻ ക്വാർട്ടർലി ആയിട്ട് കണക്കാക്കുമ്പോഴും ഇക്വേഷൻ സെയിം തന്നെ. P × 1 + R/4 × 100 ഓൾ റേസ് ടു 4N. ഇക്വേഷൻ ഓർത്തോണം. അപ്പോൾ അവൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് 30,000. എമൗണ്ട് ഈക്വൽ ടു ആട്ടോ, എമൗണ്ട് ഈക്വൽ ടു എന്നാണ് വരേണ്ടത്. ദെൻ 30,000 ഇൻറ്റു 1 + R എന്ന് പറയുന്ന എത്ര ശതമാനം റേറ്റില്ല? 9%. സോ 9/4 × 100 ഓൾ റേസ് ടു 4N. അപ്പം 30,000 ഇൻറ്റു ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 4 × 100 400. ആ 400നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 400 + 9 400 + 9 ഡിവൈഡഡ് ബൈ 400 ഓൾ റേസ് ടു 4 ഇൻറ്റു ഒരു വർഷം കഴിഞ്ഞാൽ. അപ്പോൾ ആ 1 എന്നിന് അവിടെ 1 തന്നെ കൊടുത്താൽ മതി. ദെൻ 30,000 ഇൻറ്റു 409 ഡിവൈഡഡ് ബൈ 400. എത്ര തവണ എഴുതണം? 4 തവണ. 409 ഡിവൈഡഡ് ബൈ 400 ഇൻറ്റു 409 ഡിവൈഡഡ് ബൈ 400 ഇൻറ്റു 409 ഡിവൈഡഡ് ബൈ 400.
നോക്ക് 4 തവണയൊക്കെ മൾട്ടിപ്ലൈ ചെയ്യണം. നിങ്ങൾ ആ ഇക്വേഷൻ നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ നിങ്ങൾ പെട്ടു കേട്ടോ. സോ ഈ 2 സീറോയ്ക്ക് ഇത് 0 കട്ടായി, ഈ 2 സീറോയ്ക്ക് ഈ 0 കട്ടായി. ദെൻ ബാക്കി 3 ഇൻറ്റു 409 സ്ക്വയർ എന്ന് എഴുതാവേ ഒരെണ്ണത്തിന്. അടുത്തത് ഇൻറ്റു 409 സ്ക്വയർ ഡിവൈഡഡ് ബൈ എത്ര 4 4 4s are 16 ഇൻറ്റു ഇവിടെ 4 4s are 16 എഴുതിക്കോ. ഇനി 409 സ്ക്വയർ നമുക്കൊന്ന് എഴുതി നോക്കാം. 409 എന്ന് വെച്ചാൽ 400 പ്ലസ് 9 ആണല്ലോ, അതിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 സ്ക്വയർ എന്നാൽ 1600 എ സ്ക്വയർ പ്ലസ് 2ab 2 ഇൻറ്റു എ ഇൻറ്റു ബി 9 ഇൻറ്റു 4 ഇൻറ്റു 2 എത്ര വരും 36 ഇൻറ്റു 2 7200. ദെൻ 9 സ്ക്വയർ 81 1 ആഡ് ചെയ്തു 8 6 2 8 7 1 8. ആൻസർ ഈസ് 3 ഇൻറ്റു 8 8 8 1. അത് തന്നെയാണല്ലോ ഇവിടെയും 8 8 8 1 ഡിവൈഡഡ് ബൈ 16 ഇൻറ്റു 16. നമ്മളത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു വലിയ നമ്പർ കിട്ടും. അതേ ഡിവൈഡഡ് ബൈ 16 ഇൻറ്റു 16 ഇൻറ്റു 100 ഇൻറ്റു 100 അതും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 32,792.49 പൈസ. 30,000 രൂപ നിക്ഷേപിച്ച ഒരാൾക്ക് ഒരു വർഷം കഴിയുമ്പോൾ 32,792.49 രൂപ കിട്ടും. അപ്പോൾ ഇതൊക്കെ വലിയ മൾട്ടിപ്ലിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ്റെ ഈ ഫോമാറ്റ് വരെ കംപ്ലീറ്റ് ആയിട്ട് എഴുതിയൊക്കെ വെക്കണം. പിന്നെ പരമാവധി പറ്റുന്നത്രേ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിനകത്തു നിന്നുള്ള ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൂടുതൽ ചോദ്യങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ.